ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ രോഗശമനാൻ. ഇതാർക്കാ അറിയാത്തത്? ഇത് ഖുർആൻ തന്നെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കാൻ. ഈ ഖുർആനെ എഴുതി തൂക്കി നെഞ്ചി കെട്ടിവെച്ചോ, എന്നാലും നിനക്ക് രോഗശമനാൻ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചാൽ നിനക്ക് പരിപൂർണമായ സലാമത്താണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇൻ. ഫാത്തിഹ സൂറത്ത് എന്ന ഖുർആനിന്റെ പ്രഥമ സൂക്തം തന്നെ രോഗശമനത്തിനാണെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അൻവാർ തൻസീർ വ അസ്റാർ തഅവീൽ എന്ന തഫ്സീർ ബൈലാവിയുടെ ആമുഖത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇൻ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഫാത്തിഹ സൂറത്ത്. അപ്പോൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ തന്നെ ശമനാണ്. അതുകൊണ്ടാണല്ലോ വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഫാത്തിഹ, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു 3 എണ്ണം, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1, നാസ് 1, ഒരു ആയത്തുൽ കുർസിയും കൂടെ ഓതിയാൽ ഏറ്റവും ബെറ്ററായി. കാരണം ആഴമോ ആയത്തിൽ ഖുർആനാണ്. ഖുർആന്റെ സൂക്തങ്ങളിൽ ഏറ്റവും വർണ്ണമായ ആയത്ത്, ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. ഇതും കൂടെ ഓതിയിട്ട് കൈവെള്ളയിൽ ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ ഊതേണ്ടത്, ഫൂഫു അല്ല, ഇഷ്ഫി. അതാണ് ആ ഊത്തിൻ്റെ തന്നെ ശൈലി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഇഷ്ഫി ഷിഫി എന്ന് പറയുമ്പോൾ ചെറിയൊരു കാറ്റും വരണം. ഷിഫി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ ഷിഫിയാക്കുന്നതാണ്. എന്നിട്ട് ആ കൈവെള്ളയിലേക്ക് ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ തടവുക, 2 കൈയും തടവുക, നെഞ്ചും തടവുക, കാല് വരെ തടവുക. അങ്ങനെയൊന്നും കടന്നുറങ്ങി നോക്കിയേ, ഒരു കുഴപ്പമുണ്ടാവില്ല. സുഖമായിട്ട് നല്ല സുഖനിദ്രയായിരിക്കും. ഇത് രാത്രിയിൽ അങ്ങോട്ട് ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിബില തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നിട്ട് ഒരു കാര്യമില്ല, ഉറക്കം കറക്റ്റ് ആകുന്നില്ല. രാവിലെ ക്ഷീണം, വല്ലാതെ ക്ഷീണം വിട്ടുമാറുന്നില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നില്ല. പലരും അത് ഇപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടല്ലോ, രാവിലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഉറക്കം അത്ര കറക്റ്റായി കിട്ടിയില്ല. മറ്റേതൊരു 4-5 മണിക്കൂർ ഉറങ്ങിയ റാഹത്തായിട്ട് വിശ്രമമായി മാറും. നല്ലത് ഒളുവെടുത്തതിന് ശേഷം കിടക്ക നല്ലതുപോലെ വിരിക്കണം. കിടക്ക വിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലൊരു ചുളിവ് വരാൻ പാടില്ല. കിടക്ക നല്ല വൃത്തിക്ക് എപ്പോഴും വിരിക്കണം. അത് തട്ടിക്കുടയണം. അത് വിരിച്ചതാകുന്നതാണെങ്കിൽ ഒന്നുകൂടെ തട്ടി ഒന്ന് കുടയെങ്കിലും വേണം. നല്ല വിരിച്ചിട്ടിരിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കിടക്ക വിരിച്ചിട്ടാണ്, ഇനിയിപ്പോൾ അങ്ങോട്ട് നേരെ ഒന്ന് അങ്ങോട്ട് കടന്നാൽ മതി. അതങ്ങനെ ആകരുത്. ബെഡ് വാങ്ങിച്ചു വെച്ചിട്ട്, സാധനം വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേഗം ഒന്ന് കടക്കാമെന്ന് കരുതി. മുബാറക്കൊക്കെ വാങ്ങിച്ചെന്ന് തോന്നുന്നുണ്ട്, വാങ്ങിച്ചു മതി. പിന്നെ ബെഡിൻ്റെ ആളാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പുതിയ ട്രെൻഡ് ബെഡാണിത് കേട്ടോ. പിള്ളേർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ സാധനം വാങ്ങിയിട്ട് 100 ദിവസം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അവസാനം എന്ത് ചെയ്യാണ്? തിരിച്ചു കൊടുക്കുക 99 ദിവസം ആകുമ്പോൾ. മുബാറക്ക് അങ്ങനെയാണ്. കാരണം എന്താ, 100 ദിവസം വരെ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? തിരിച്ചു കൊടുക്കാമെന്നാണ് അതിൻ്റെ ഡിമാൻഡ് തന്നെ. അപ്പോൾ 99 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ കൊടുത്തേച്ചു. എന്നിട്ട് പിന്നെ അടുത്ത വാങ്ങിയ വീണ്ടും ഓർഡർ ചെയ്യുക, വീണ്ടും 99 ദിവസം ഉപയോഗിക്കുക. അത് തന്നെ കളി. ഏതു ആയിക്കോട്ടെ, ഇത് നല്ല വിരിപ്പ് അതിൻ്റെ മുകളിൽ വിരിക്കുക, ഒരു ചുളിവ് പോലും ഇല്ലാത്ത. ഒതു എടുത്തിട്ട് അതവിടെ വന്ന് ഇരുന്നിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞത് ഓതി വിടുക. അതിലെന്താ കാരണം? ഇതെല്ലാം ബറക്കത്തുള്ള സൂക്തങ്ങളാണ്. ഒന്നാമതായി ഓതിയത് ഫാത്തിഹ സൂറത്താണ്. ആ സൂറത്ത് ഓതിലൂടെ തന്നെ പരിപൂർണമായ രോഗശമനമാണ്. ഖുർആനിലൂടെ രോഗശമനമാണ്, കാരുണ്യമാണ് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാമത് സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതിയാൽ തഅദീലു സുലുസുൽ ഖുർആൻ. 1 വട്ടം ഓതിയാൽ തന്നെ ഖുർആനിന്റെ 3/4. 3 വട്ടം ഓതിയാലോ ഖുർആൻ 30 ജുസ്ഉ ഓതിയതിന്റെ പ്രതിഫലമാണ്. പിന്നെ ഓതിയത് മുഅവ്വിദത്തൈനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും, ഈ 2 സൂക്തങ്ങൾ അവതരിക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ പലപ്പോഴും പല വിഷയങ്ങൾ പറഞ്ഞിട്ട് അറബിയിൽ മന്ത്രിച്ചൂതും. പക്ഷേ ഈ 2 സൂക്തങ്ങൾ അവതരിച്ചതിന് ശേഷം മരണം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 2 സൂറത്ത് കൊണ്ട് മന്ത്രിച്ചിരുന്നു. സഹിഹായ ഹദീസാണ്. അവസാന സക്കറാത്തിന്റെ ഹാലിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് നിലകൊള്ളുമ്പോൾ ഫല്ലാഹി ഇന്നലിൽ മൗതി ലസക്കറാത്ത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിൽ കൈയിട്ടിട്ട് അതിലെ വെള്ളം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവുകയാണ്. ഈ സമയത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആ സക്കറാത്തിന്റെ വേളയിൽ ഞാൻ പ്രവാചകർക്ക് മന്ത്രിച്ചു കൊടുത്തു. സൂറത്തുൽ ഫലഖും നാസും ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി സക്കറാത്തിന്റെ ഹാലിൽ നബി തങ്ങൾക്ക് ഓതി മന്ത്രിച്ച് നബിയുടെ കയ്യിൽ ഞാൻ ഊതിക്കൊടുത്തു. ആ കൈ കൊണ്ട്, നബിയുടെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് നബിയുടെ ശരീരത്തിൽ തടവി കൊടുത്തു. അപ്പൊ സക്കറാത്തിന്റെ ഹാലിൽ പോലും, മരണവേദന പോലും ശമിപ്പിക്കാൻ ഹേതുവാണ് ഈ 2 സൂക്തങ്ങൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കൊക്കെ ഇതറിയാം,
പക്ഷെ ഇതൊക്കെ നിസാരവൽക്കരിക്കാൻ, ഇതൊക്കെ ഓതി കടക്കാൻ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യൂല. മൊബൈലും ഇങ്ങനെ നോക്കി നിങ്ങൾ കുറച്ച് നേരം ഇരിക്കും, റാഹത്തായിട്ടങ്ങ് ചെരിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെവിയിലേക്ക് 2 ഹെഡ്സെറ്റും വെച്ചിരിക്കാൻ. ഈ ഹെഡ്സെറ്റും വെച്ച് 24 മണിക്കൂർ ഒരേ ഇരിപ്പാൻ. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും ഇത് തന്നെ, ബസ്സിൽ പോകുമ്പോഴും ഇത് തന്നെ, ട്രെയിനിൽ പോകുമ്പോഴും ഇത് തന്നെ, വീട്ടിൽ വത്താലും ഇത് തന്നെ, ഉറങ്ങാവുന്ന നേരത്തും ഇത് തന്നെ. എന്നാ ഈ ഖുർആനെന്ന് കേട്ടിരുന്നാലും എത്ര ബറക്കത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഅൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, കാവലാൻ. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറത്തിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണമാണ് ഖുർആൻ ഓതൽ കൊണ്ടെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, കാരുണ്യം ലഭിക്കാൻ നിദാനം, എല്ലാ അപകടങ്ങളെ തൊട്ട് സംരക്ഷണം കിട്ടാൻ നിദാനം ഖുർആൻ കേട്ടാൽ. ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ റഹ്മത്താണ്, ബറക്കത്താണ്, ഐശ്വര്യാണ്. ഇന്ന് നമ്മളിൽ 90% ആളുകളും ഖുർആൻ അത്ര കേൾക്കാൻ തയ്യാറല്ല. ഞാരെങ്കിലുമൊക്കെ ഓതാൻ തയ്യാറാണെങ്കിൽ പോലും പലരും കേൾവി കുറഞ്ഞു പോയി. രണ്ടും വേണമെന്നാണ്. ഖുർആൻ ധാരാളം പ്രാവശ്യം കേൾക്കണം. മറ്റൊരാൾ ഓതി കേൾക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ഇത് കാരുണ്യത്തിൻ്റെതാകുന്ന വചനങ്ങളാണ്. ഒരിക്കൽ മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബിയുടെ സഹാബത്തിൽ 4 പേരാണ് ഖുറാഉകൾ, ഏറ്റവും നല്ല വൃത്തിക്ക് ഖുർആൻ ഓതുന്നവർ. എത്ര പേരാണ്? 4 പേരാണ്. അതിൽ പ്രമുഖനായ വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുർആൻ ഏറ്റവും മനോഹരമായ രീതിയിൽ പാരായണം ചെയ്യും. ലോകത്താദ്യമായി ഖുർആൻ പരസ്യമായി ഓതിയതും അവരാണ്. കഅബയുടെ പരിസരത്ത് പോയി അർ-റഹ്മാൻ വളരെ മനോഹരമായി ഓതുമ്പോഴാണ് അവരുടെ കർണപുടത്തിന് അടിയിട്ടുന്നത്. ബോധരഹിതനായി വീണു. അടിച്ചത് മറ്റാരുമല്ല, അബൂജഹലാണ് ലഅനത്തുല്ലാഹി അലൈഹി. ഇതേ അബൂജഹൽ തന്നെ ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നതാകുന്ന വേളയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതാകുന്ന പ്രവാചകരെയും കുടുംബത്തെയും അവിടെയും സമ്മതിക്കില്ല, അവിടെയും അനുയായികളെ വെച്ചുപറപ്പിക്കില്ല എന്ന നിലയിലേക്ക് ബദറിലേക്ക് മാർച്ച് ചെയ്ത് വന്നതാകുന്ന അബൂജഹലിനെ മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന 2 ചെറിയ കുട്ടികളെ കണങ്കാലിൽ വെട്ടി നിലത്തിട്ടപ്പോ അബൂജഹലിന്റെ കഴുത്ത് വെട്ടിയെടുത്ത് ചെവിക്ക് തൂക്കിക്കൊണ്ട് പ്രവാചകരുടെ ചാരത്തേക്ക് വന്നു മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, അൽ ഉദുനു ബിൽ ഉദുനി വറഉസു സിയാദ. അൽ ഉദുനു ബിൽ ഉദുനി, ചെവിക്ക് ചെവി ഇസ്ലാമിന്റെ നിയമമാണ്. ആ ചെവിയുടെ ഭാഗം നോക്കി വെട്ടി അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടിയെടുത്ത് ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ. ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി കഅബയുടെ പരിസരത്ത് വെച്ച് ഓതിയപ്പോ ഇബ്നു മസ്ഊദെ, നിന്റെ കർണപുടം അടിച്ച് നിന്റെ കർണപുടത്തിലൂടെ രക്തം ഒലിപ്പിച്ച് നിന്നെ ബോധം കെടുത്തി വിട്ടതാകുന്ന അബൂജഹലിന്റെ ചെവിക്ക് ചെവി തല അധികമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രമാണിതൊക്കെ. നിൽക്കട്ടെ, അത് മറ്റൊരു വസ്തുതയാണ്. ഖുർആൻ ആദ്യമായി പരസ്യമായി ഉറക്കോതിയ വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നല്ല ഖിറാഅത്താണ്, നല്ല കാരിയാണ്. നമ്മൾ കാരി എന്ന പേര് പറയുന്ന ആളുകൾക്കൊക്കെ അവർക്ക് വേണ്ടി എപ്പോഴും ഫാത്തിഹ ഓതിയാൽ അതിൻ്റെ മദതുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നല്ല കാരി ആയതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഖുർആൻ അല്പം ഓതി തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങൾക്കല്ലേ ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കാണ് ഇറക്കിയതെങ്കിലും ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കുന്നതിന് ഇഷ്ടം വെക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്, യുദ്ഫഉൻ മുസ്തമിഅൽ ഖുർആനി ബൽ വദ്ദുനിയ. ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഖുർആൻ നല്ലതുപോലെ കേൾക്കണം, നല്ലതുപോലെ കേൾക്കണം. പഴയ കാലമല്ലല്ലോ, ഇന്നിപ്പോൾ എത്ര കാര്യങ്ങളാണ്, എത്ര മനോഹരമായ ഓത്തുകളാണ് യൂട്യൂബിലൂടെ നമുക്ക് ലഭിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കും. അതിൽ തന്നെ പ്രത്യേക ആപ്പുകളുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ കേൾക്കുക. യാത്രയിൽ മറ്റൊന്നും വേണ്ട, ഖുർആൻ ഇങ്ങനെ കേൾക്കുക. അത് തന്നെ ഖൈർ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം തന്നെ ഹൃദയം നന്നാവും, ഹൃദയത്തിൽ ആത്മീയതയുണ്ടാവും, ഹൃദയത്തിൻ്റെ കടുകട്ടി കുറയും. ഇന്ന് നമുക്ക് ഒരാളെയും സഹായിക്കാൻ തോന്നില്ല.
എന്താ കാരണം? നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, ഒരാൾ വെളിയിൽ നിന്ന് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് കൈയും കാലിട്ടടിച്ചാലും റോഡിൽ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നവനെ ഇങ്ങനെ നോക്കിയിട്ട് സമയമില്ല, വേഗം ചവിട്ടി വിട്ടോടാന്ന് ഇപ്പുറത്തിരിക്കുന്ന വാപ്പാനെ പറയാണ്, വേഗം വണ്ടി വിട്ടേക്കാം, എന്നാൽ വള്ളിയാവും, നമ്മുടെ വണ്ടിയിലോട്ട് പിടിച്ച് കയറ്റുമെന്ന് പറയും. അതായത് നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ അല്ലയോ? രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷെ അയാളെ ഒന്ന് സഹായിക്കാനുള്ള മനസ്കൃതി പോലും ഇന്ന് നമ്മുടെ ഹൃദയത്തിലില്ല. എന്താ കാരണം? ഹൃദയം കടുകട്ടിയായി. കാരണം വണ്ടിയിലിട്ടിരിക്കുന്ന നല്ല DJ പാട്ടാണ്, പാലാപ്പള്ളിയും കേട്ടോണ്ടാ പോകുന്നത്. പിന്നെ അങ്ങനെ നന്നാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ DJ പാട്ട് കേട്ടുന്നതാകുന്ന രക്ഷിതാക്കൾക്ക് മക്കൾക്ക് പിന്നെ എങ്ങനെ ആത്മീയത? ഒരു പുതിയ വീട് വെച്ചാൽ, ഒരു പുതിയ വീടില്ല, വാഹനം വാങ്ങിയാൽ ഇവിടെ എല്ലാം DJ സെറ്റുകൾ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ആർമാദിക്കുന്നത് സിനിമാ പാട്ടാണ്. ആണോ അല്ലേ? നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് എന്തായി? അതിൻ്റെതായ ഭവിഷ്യത്ത് പറ്റി. വീടുകൾ ഉദ്ഘാടിക്കപ്പെടുന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടാവണം. ഒരു 30 പേരെ വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ ഇങ്ങനെ റാഹത്തായിട്ട് ഓരോരുത്തരും ഓരോ ജുസ് വെച്ച് ഇങ്ങനെ ഓദിക്കുക. കുടുംബക്കാരെല്ലാവരും ഓരോ ഖുർആൻ്റെ 30 ഓരോ 7 വീതം വാങ്ങാൻ കിട്ടുമല്ലോ. വീട് ഇത്രയും കോടി മുടക്കി വെക്കാമെങ്കിൽ 10-60 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയും വീട് വെക്കാമെങ്കിൽ 1000 രൂപ എടുത്തിട്ട് റാഹത്തായിട്ട് നല്ലൊരു മുസാഫ് ഇതേപോലെ ഒന്ന് ഏടുകളായിട്ട് വാങ്ങിച്ചുകൂടെ? അത് വാങ്ങൂല. എന്നിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ 7 വീതം കൊടുത്തിട്ട് ഒരു ഖത്മ് അങ്ങ് തീർക്കുക. 1 മണിക്കൂർ എടുത്തോട്ടെ, വിഷയമില്ല. രാവിലെ സുബഹിക്ക് ശേഷം എല്ലാവരും അങ്ങനെ ഇരുന്നിട്ട് ഒരു ഖത്മ് ഓതുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലെന്ത് ഖൈറാൻ? അതിന് നല്ല സാലിഹീങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരിക. വീട്ടിൽ ബറക്കത്തുണ്ടാവും. മദീന പള്ളിയുടേതാകുന്ന 6-ാം നമ്പർ ഗേറ്റ് ഇന്നിപ്പോൾ 365 ആ ഗേറ്റിൻ്റെതാകുന്ന ഭാഗത്തുകൂടി അല്പം കൂടി മുന്നോട്ട് പോയാൽ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ഒരു പള്ളിയുണ്ട്. ഏതാണ് ഇത്ബാൻ മാലിക് റളിയല്ലാഹുവിൻ്റെ പള്ളി? അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വളരെ ആരോഗ്യപരമായി പ്രശ്നമുണ്ട്, പള്ളിയിലേക്കൊക്കെ വരൽ ബുദ്ധിമുട്ടാണ്. തങ്ങൾ എൻ്റെ വീട്ടിൽ വന്നൊന്ന് നമസ്കരിച്ച് തരണം. തങ്ങൾ എനിക്കൊരു നിസ്കരിക്കാനൊരു സ്ഥലം തഅയീൻ ചെയ്ത് തരണം, അടയാളപ്പെടുത്തി തരണം. അങ്ങനെ ഹദീസിലുണ്ട്, ഒരു ളുഹയുടെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തി. എവിടെയാണ് നിസ്കരിക്കേണ്ടത് ചോദിക്കുകയാണ്. കയറിയാൽ ഉടനെ അയാൾ വീട് കാണിച്ചു കൊടുത്തതാ, ഇവിടെ നിസ്കരിച്ചു കൊള്ളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊടുത്തു. ഇതാണ് വീടുകളിൽ ചെന്നുകൊണ്ട് മഹത്തുക്കളെ കൊണ്ടുവരികയും അവരെ കൊണ്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്യണം എന്നുള്ള അഹ്ലുസുന്നയുടെ അടിസ്ഥാനമായ തെളിവ് ഈ ഹദീസാണ്. സാലിഹീങ്ങളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവന്ന് ആ വീട്ടിൽ ബറക്കത്താക്കി. നബി തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ദുആ ചെയ്തു കൊടുത്തു. അതൊരു ളുഹയുടെ സമമായിരുന്നു എന്ന് ഹദീസിൽ പ്രത്യേകം ഉണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ആദത്ത് സുബഹി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അത്ര നല്ലതല്ല. കാരണം സുബഹി നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 വഖത്ത് നമസ്കാരവും വീട്ടിൽ നമസ്കരിക്കാനാണ് അല്ല നല്ലത്, പള്ളിയിൽ നമസ്കരിക്കലാണ്. അപ്പോൾ വീട്ടിലേക്ക് രാവിലെ നമ്മൾ 1 വഖത്തിൽ കയറുന്നു, സുന്നത്ത് 2 റക്അത്ത് അവിടെ നിസ്കരിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ളതാകുന്ന പള്ളിയിലേക്ക് പുരുഷന്മാർ ജമാഅത്തിന് പോട്ടെ. സുന്നത്ത് വീട്ടിൽ നമസ്കരിക്കുക, അത് അനുവദനീയാണ്. അപ്പോൾ ആ സുബഹിയുടെ സുന്നത്ത് അവിടെ നമസ്കരിച്ച് ഉദ്ഘാടിച്ചു. ഇനി സ്ത്രീകൾ ആ വീട്ടിൽ എന്ത് ചെയ്തോട്ടെ? നമസ്കാരം നിർവഹിക്കട്ടെ. വേഗം പുരുഷന്മാരെ എങ്ങോട്ട് പോട്ടെ? തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കാരത്തിന് പോട്ടെ. എന്നിട്ട് ആ നമസ്കാരത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് മൗലിദോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഖുർആൻ ഒരു ഖത്മ് തീർക്കുന്ന ഒരു ചടങ്ങ്, അങ്ങനെ ഒരു ചടങ്ങ് വെച്ച് അവസാനം അത് ശേഷം ഒരു ദുആ ചെയ്താൽ എല്ലാവിധ ബറക്കത്തും ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ആദത്ത് എങ്ങനെയാണ്? സുബഹിക്ക് എല്ലാവരും നേരത്തെ വരിക, ഒരു മുസാഫിങ്ങനെ ഉമ്മമാർ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് വരിക, ആ മുസാഫ് അവിടെ കൊണ്ട് വെക്കും. ഇലാ യൗമൽ ഖിയാമ ആ മുസാഫ് പിന്നെ ഓതലും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അകത്തോട്ട് ഇങ്ങനെ മുസാഫ് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ വലിയ സംഭവമാണ്. ഏതും ആയിക്കോട്ടെ, ഇങ്ങനെ കൊണ്ടുവരുന്നതാകുന്ന ഒരു ആദ്യം അതാദ്യം തന്നെ അല്ലാണ് മുസാഫാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതും. പക്ഷെ ഇതവിടെ കൊണ്ടുവന്ന് ഷെൽഫി വെക്കൽ മാത്രമല്ല, ഇതെടുത്ത് ഓതാൻ തുടങ്ങുക എന്നുള്ളതാണ് ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശൈത്താൻ എല്ലാ ഭാഗത്തിലൂടെയും സഞ്ചരിക്കും. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്നതാകുന്ന സിരകളിലൂടെ എല്ലാ ഭാഗങ്ങളിലൂടെയും ആര് പോകും? പിശാച് സഞ്ചരിക്കും. ഈ പിശാചിനെ വീട്ടിൽ നിന്ന് തുരത്താൻ, ശരീരത്തിൽ നിന്ന് തുരത്താൻ, നമ്മുടേതാകുന്ന വീടിൻ്റെ അകത്തളങ്ങളിൽ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഖുർആനോത്താണ്. കാരണം എന്താ? ഖുർആൻ ഓതുമ്പോൾ മലായിക്കത്തുകൾ വരും, മലക്കുകളുടെ കാരുണ്യം ചൊരിയും, മലക്കുകളുടെ അടുത്ത് പിശാച് ഒഴിവാകും, ഉറപ്പാണത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണം. വല്ലദീ യഖറഉ സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ. ഒരു വീട്ടിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പരിപൂർണമായി പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വേണമെന്ന് പരീക്ഷിച്ചു നോക്ക്.
നിങ്ങളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ ഇറങ്ങിപ്പോകുന്നു ഭർത്താവ്. അപ്പോഴേ മനസ്സിലാക്കണം 1-ാം നമ്പർ പോയി. യാ അല്ലാ, ഞാൻ അടുത്ത് നോക്കിയാൽ മതി. ഖുർആൻ ഓതിയാൽ ആ വീട്ടിലൊന്നും ഉണ്ടാവൂല, പിശാചുണ്ടാവൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓതി നോക്ക്. അപ്പോൾ അൽ-ബഖറ സൂറത്ത് അത് ഓതിയാൽ പിശാച് മാറും. അത് വലിയ സൂറത്തായി പോയല്ലോ, ഇച്ചിരി കൂടുതലുണ്ടല്ലോ ഉസ്താദ്, അതുകൊണ്ട് ഓതാനൊരു മടി അത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ പിശാച് വീട്ടിലുണ്ടാവും. പിശാചിനെ ഇറക്കണോ, ഇത് ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളല്ലാതെ മറ്റ് ചികിത്സകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഖുർആനികമായൊരു ചികിത്സ നടത്തുന്നില്ല. കാരണം ഈ ഖുർആൻ എന്താണ്? ഓതിയാൽ ബറക്കത്താണ്, റഹ്മത്താണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. പറയാനാണെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടത് ഡസൻ കണക്കിന് ഹദീസുകളും ആയത്തുകളുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പോൾ ആ രീതിയിൽ ആത്മീയമാകുന്ന ഒരു ശൈലി നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആൻ നല്ലതുപോലെ ഓതിയാൽ ആ വീട്ടിൽ പിശാച് ഉണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം എന്തുകൊണ്ട്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. എല്ലാവർക്കും പരിപൂർണമായ രോഗശമനവും കാരുണ്യവും ലഭിക്കാൻ നിദാനമാണ് ഈ ഖുർആൻ. അള്ളാഹു അത് ഓതാനും അത് ധാരാളം പ്രാവശ്യം കേട്ടിരിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ നോക്കുമ്പോൾ നബിതങ്ങളിരുന്ന് അങ്ങനെ കരയുകയാണ്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. ഈ ആയത്തെത്തിയപ്പോൾ നബിതങ്ങളിലേക്ക് നോക്കുമ്പോൾ നബിതങ്ങൾ കണ്ണുനീരൊഴുക്കി കണ്ടു കരയുകയാണ്. കാരണം അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, ഓരോ സമുദായത്തെയും നയിച്ചുകൊണ്ട് ആ സമുദായത്തിന് നേതൃത്വങ്ങളായി പ്രവാചകന്മാർ നേതൃത്വം വഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ തങ്ങളുടേതാകുന്ന സമുദായത്തെയും വഹിച്ചുകൊണ്ട് തങ്ങൾ നാളെ മഹ്ശറിലേക്ക് വരുന്ന രംഗമൊന്ന് ഓർത്തു നോക്കണേ എന്നർത്ഥം വരുന്ന സൂറത്തുൻ നിസായിലെ ഈ ആയത്തെത്താണ്. അതുവരെ എങ്ങനെ നബിതങ്ങൾ കേട്ടിരിക്കുന്നു. ഈ ആയത്തെത്തിയപ്പോൾ നബിതങ്ങൾ വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹ്ശറെ ഓർത്തിട്ട് കരയാൻ നമുക്ക് അങ്ങനെ ഒരു കരച്ചിലുണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഖുർആൻ്റെ അർത്ഥതലങ്ങൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയ സൂറത്തൊക്കെ നമ്മൾ ഡെയിലി ഓതുന്നവരുണ്ട്. ഈ സൂറത്തുകളുടെ അർത്ഥങ്ങൾ പോലും നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഖുർആൻ ഓതി കരഞ്ഞിരുന്ന ആളുകളാണ് മുൻഗാമികൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മലബാറിൽ പ്രമുഖനായൊരു ഉസ്താദുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന തെക്ക് വടക്കുള്ളതാകുന്ന പണ്ഡിതന്മാരുടെയൊക്കെ വലിയ ഉസ്താദുൽ അസാത്തീദ്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. മരണപ്പെട്ടുപോയി അദ്ദേഹം ഒതുക്കുങ്ങൽ ഉസ്താദ് എന്നറിയപ്പെടുന്നതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഒക്കെ ഉസ്താദ് സൈനുദ്ദീൻ ഉസ്താദ്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഖുർആൻ രാത്രിയിൽ ഓതി 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 കരഞ്ഞിരുന്ന മഹാനാണ്. നമ്മുടെ മന്നാനിയിലെ ഉസ്താദ് ബഹുമാനപ്പെട്ടതാകുന്ന ശംസുദ്ദീൻ ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദാണ്. എൻ്റെ ഉസ്താദ് മന്നപ്പറ്റ അംസ ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദാണ്. അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ് രാത്രിയിൽ. കുട്ടികൾ പറയുന്നത്, മുത്തഅല്ലിമീങ്ങളൊക്കെ പറയുന്നത് തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ഉസ്താദിൻ്റെ അടുത്ത് ഓതിപ്പടിച്ചതാകുന്ന ഉലമാക്കൾ പറയുന്നത് രാത്രി 12 മണി കഴിയും ഉസ്താദ് ഉറങ്ങുമ്പോൾ. അങ്ങനെ ഉറങ്ങിയ ഉസ്താദിൻ്റെ കരച്ചിൽ കേട്ടിട്ട് 3 മണിക്ക് കുട്ടികൾ എഴുന്നേൽക്കാണ്. കുട്ടികളെ കാണിക്കാനുള്ള കരച്ചിലല്ല, 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. ഇത് കേട്ടിട്ട് ഈ കരയുന്ന കരച്ചിൽ കേട്ടിട്ടാണ് കുട്ടികൾ എഴുന്നേക്കുന്നത്. അത്രമേൽ കരയുകയാണ്. അതൊന്നും 500 കൊല്ലം മുമ്പ് ജീവിച്ചു പോയതാകുന്ന സൂഫികളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ മഹത്തുക്കൾ. അള്ളാഹു എടുക്ക ദറജ ഉയർത്തുമാറാവട്ടെ. ഞാനെന്താ പറയുക, നമ്മൾ ഖുർആനുമായിട്ട് എന്ത് ബന്ധം? നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യമില്ല. ഒരാളെ സഹായിക്കാൻ നമ്മൾ തയ്യാറല്ല. അയൽവാസിയാകുന്ന ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട്, നമുക്ക് ഉറപ്പായാൽ തന്നെ അവനത് വേണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം കടുകട്ടിയായിപ്പോയി. നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരു മനുഷ്യൻ ക്യാൻസർ വന്ന് രോഗിയായി അയാൾ അങ്ങേയറ്റം അവശനാകുമ്പോഴാണ് ചേർന്ന് ഒരേ മതിൽമേൽ നിലകൊള്ളുന്നത് നമ്മൾ അറിയുന്നത് അയാൾക്ക് ഇത്ര നാളും ക്യാൻസർ ആയിരുന്നു എന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ, 1 കൊല്ലമായിട്ട് അയാൾ RCC ചികിത്സയിലാണ്. നമ്മുടെ അയൽവക്ക ബന്ധം ഇതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അയാൾ നമ്മളോട് പറയാനും തയ്യാറല്ല. നമ്മൾ പറയും അയാളോട്, നിങ്ങളെന്താ എന്നോട് പറയാനേന്ന് ചോദിക്കും ചില ആളുകൾ. കാരണം എന്താ, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാൾ ആ വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നമ്മൾ അയാളെ വിളിക്കുക, എന്താ നിങ്ങളെന്താ ഇവിടെ വന്ന്? അത് പുള്ളി തീരെ വയ്യ കിടക്കുമല്ലോ. എത്ര ആളായി? കുറേ 8 മാസമായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇയാളെ കാണുമ്പോൾ ഇയാളോട് ഒരു വിദ്വേഷം പോലെ, നിങ്ങളെന്താ എന്നോട് പറയാത്ത? ഇയാൾ പറയൂല. കാരണം അയാൾ അസുഖക്കാരനാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അയൽവാസിയാണ് നീ എന്ന് അയാൾക്കറിയാം. അങ്ങനത്തെ കടുകെട്ടിയ ഹൃദയമുള്ള ആളാണ് നീ, പരിപരുത്ത ഹൃദയമുള്ള ആളാണ് നീ. അതുകൊണ്ടാണ് നിന്നോട് പറയാത്തത്.
നേരെ മറിച്ച് നീ നല്ല ദീനി ആത്മീയ ചൈതന്യത്തിൽ നിലകൊള്ളുന്നവനാണെങ്കിൽ നിന്നോടായിരിക്കും ആദ്യം പറയുക, നിന്നോട് ആദ്യം പറയും. എത്ര ആളുകൾ അങ്ങനെ പങ്കുവെക്കുന്നവരുണ്ട്, രഹസ്യമായിട്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട്. കാരണം എന്താ? ഈ ആത്മീയതയുള്ള ദീനുള്ള ഖുർആനുമായി ബന്ധപ്പെടുന്നതാകുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകും, അയാൾ അള്ളാഹുമായിട്ട് അല്പം കൂടി ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ട് രക്ഷ കിട്ടുമെന്ന് കരുതിയിട്ട് വേറെ ആരോടും പങ്കുവെച്ചില്ലെങ്കിലും, ഒരു ബന്ധുക്കളോടും അയൽവക്കത്തോടും നാട്ടുകാരോടും പങ്കുവെച്ചില്ലെങ്കിലും നല്ല ദീനി ചൈതന്യമുള്ള വ്യക്തികളോട് പറയും, എനിക്കിതുപോലെ അസുഖമാണ്, ക്യാൻസർ ആണെന്നാണ് പറയുന്നത്, ഇന്നലെ ബയോപ്സി ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടെസ്റ്റിൽ വിവരം വന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രത്യേകം ഒന്ന് ദ്വാരക്കണം എന്ന് നമ്മളോട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഇത് പറയാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പം നമ്മുടെ ഹൃദയം വിശാലമാകണമെങ്കിൽ, ആത്മീയമായൊരു വിശാലത നമുക്ക് വരണമെങ്കിൽ, കാരുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ഖുർആനുമായി ബന്ധം ഒന്നാമതായി വരണം. അതാണ് മർമ്മപ്രധാനം, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, അള്ളാഹുവാണ് കാരുണ്യവാൻ. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് അള്ളാഹു ദഅവത്തിൻ്റെ മേഖലയ്ക്ക് നിയോഗിച്ചു. ആ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ തിരുതുതരൻ. ആ പ്രവാചകർക്ക് നൽകപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആനോ ലോകത്ത് മുഴുവനും കാരുണ്യം നൽകാൻ വേണ്ടി നൽകപ്പെട്ടതായ ഖുർആനാണ്. ആ ഖുർആനിൽ അടക്കം ചെയ്തിരിക്കുന്നത് കാരുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 4ാമത്തെ പഠനം, ഇതോടുകൂടി പഠനം അവസാനിക്കുകയാണ്. ഈ ഖുർആനിൽ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് ആരോട്? അതാണ് നമ്മുടെ ചർച്ച. ഇനി അള്ളാഹു ആരാണെന്ന് പഠിച്ചു, പ്രവാചകൻ ആരാണെന്ന് പഠിച്ചു, ഖുർആൻ എന്താണെന്ന് പഠിച്ചു. ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് ആരോട്? അത് പഠിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് രോഗികളോടാണ്. ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന. അതുകൊണ്ടാണ് ഈ ട്രസ്റ്റിൻ്റെ വിഷയത്തിൽ ഇത്രയും സംസാരിച്ചത്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു ട്രസ്റ്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇത് മറ്റൊന്നുമല്ല, ഇത് സാധുക്കളായ ആളുകൾ, 2 കിഡ്നിയും ട്രബിളിലായിട്ട് ഡയാലിസിസ് വിധേയരാകുന്ന സാധുക്കളായ ആളുകൾക്ക് പരിപൂർണമായി അവരുടേതാകുന്ന രോഗശമനത്തിന് ഉപകരിക്കുന്നതാണല്ലോ, ഒരു മാറ്റം വരുത്തുന്നതാണല്ലോ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ. അതടക്കമുള്ളതാകുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് സാധുക്കളെ സഹായിച്ചുകൊണ്ട് രോഗികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് നിലകൊള്ളുന്ന മഹനീയമായ ട്രസ്റ്റാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഇതിൽ ബഹുനിരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളൊക്കെ ഇതിൽ പരിപൂർണമായി ഭാഗമാക്കായത്. ഞാൻ മനസ്സിലാക്കുന്നു ഷമീം ഉസ്താദ് ഇതിലുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാകുന്ന ഇലവുമാലം ശംസുദ്ദീൻ മദ്നാനി പ്രിയ സുഹൃത്താണ്, അദ്ദേഹം ഇതിൻ്റെ സെക്രട്ടറിയായി നിലകൊള്ളുന്നു. ആലിമീങ്ങളുടെ ആശീർവാദത്തോടുകൂടി ബഹുമാനപ്പെട്ടതാകുന്ന നമ്മുടെ നാട്ടുകാരൻ താജുദ്ദീൻ സാഹിബ് ഇതിന് നേതൃത്വം കൊടുക്കാൻ കാരണം അതാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം ഇതാണ് ദീൻ. പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്നത് കാരുണ്യമാണെന്നുള്ള തിരിച്ചറിവ്, ഖുർആനിലൂടെയുള്ള ഈ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കരുണാമയനായ അള്ളാഹു, കാരുണ്യവാനാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന കരുണ ലോകത്തിന് വിഭാവനം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് സൃഷ്ടികളിൽ രോഗികളോടാണ്. വെറുതെ തള്ളുകയാണ് ഉസ്താദ് എന്ന് കരുതരുത്. ഞാൻ പറഞ്ഞുതരാം, സമയമില്ലാത്തതുകൊണ്ടില്ല, ആയത്തോതി ഓതി പറയും. എനിക്ക് ഓതി പറയാൻ ശബ്ദത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഇതിപ്പോൾ ഞാൻ ഒരു ക്ലാസ് പോലെ അങ്ങ് പോവാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നസീബാക്കട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിൻ്റെ ഏറ്റവും മഹനീയമായ കർമ്മമാണല്ലോ നിസ്കാരം. ആണോ അല്ലയോ? ആണ് നിസ്കാരം. അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാ. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും മഹത്തരമായ കർമ്മമാണെന്ത്? നിസ്കാരം. ആ നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാകുന്ന ഒരു സത്യവിശ്വാസി, അവന് ഒളുവെടുക്കാൻ വേണ്ടി വെള്ളമില്ലാത്തൊരു സാഹചര്യം, ഒന്നില്ലെങ്കിൽ വെള്ളമില്ല, അല്ലെങ്കിൽ ഒളു ചെയ്യുന്ന അവയവങ്ങളിലേക്ക് മുറിവ് പറ്റി അപ്പോൾ അവിടെ ബാൻഡേഡ് ചുറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, വെള്ളം നനയാൻ പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ അവരോട് വെള്ളം നനച്ചുകൊണ്ട് തന്നെ നീ ഒളുവെടുക്കണേ എന്ന്, നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് അവനോട് കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും. ഖുർആൻ. ഞാനിപ്പോൾ എല്ലാം കൂടി ഓതി പറയുന്നില്ല, വളരെ കുറഞ്ഞ നമ്മുടെ ഭാഗം മാത്രം പറഞ്ഞു പോവാണ്. നിങ്ങൾ തയമ്മം ചെയ്താൽ മതി. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ,
നല്ല ശുദ്ധമായ മണ്ണടിച്ചിട്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈയും നല്ലതുപോലെ തടവിന് തയമ്മം ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വിരലാണ് മുറിഞ്ഞത് എങ്കിൽ ഈ വിരലിന് വേണ്ടി ഇവിടെ ഒരു പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെങ്കിൽ ഈ വിരൽ ഒഴികെയുള്ള ബാക്കിയുള്ള അവയവങ്ങൾ മുഴുവനും നനച്ചുകൊണ്ട് ഒതു കൊടുക്കുന്നു. ആ അവയവം നനയ്ക്കാൻ പറ്റില്ല, ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് ഊരാനും പറ്റൂല, പ്രയാസാൻ. എങ്കിൽ ആ ഒരു വിരലിന് വേണ്ടി ഒതുവിൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ പ്രദേശത്തിന് വേണ്ടി ആ ഒരു ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യാൻ, തയമ്മമിൻ്റെ ഫർദിനെ വിടുന്നു എന്ന് പറഞ്ഞ് നല്ല ശുദ്ധമായ മണ്ണിലേക്ക് കൈകൾ നിവർത്തി വെച്ചിട്ട് 2 കൈ കൊണ്ട് അടിക്കുകയാണ്. അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുടയുന്നു, മുഖം തടവുന്നു, വീണ്ടും ഒന്നടിക്കുന്നു, ഒന്നെടുത്തതിന് ശേഷമാണ് കേട്ടോ, വീണ്ടും ഒന്നടിക്കുന്നു, വീണ്ടും ഒന്ന് തടവുന്നു, വലത് കൈക്കടിയിൽ ഇടത് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതാണ് തയമ്മം ചെയ്യുന്നതിൻ്റെ രീതി. ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളവരിലൂടെ ഇങ്ങനെ തെറ്റിക്കുകയാണ്. വീണ്ടും വലത്തെ കൈ കൊണ്ടുവന്ന് ഇടത് കൈയുടെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തയമ്മം ചെയ്തു വിടുക. ഇതാ തയമ്മം. ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് പറയാൻ ചിലർക്കിത് അറിയില്ല. പണ്ട് കാലത്തെന്തോ മദ്രസയിൽ പഠിച്ചാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബാൻഡേഡോ അല്ലെങ്കിൽ എന്തൊരു ചുറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ട് നിസ്കരിക്കുക. അതുപോലെ ഇക്കാരം പോട്ടെ, വലിയ ഹലാസ്, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുമ്മളെ കാക്കുമാറാവട്ടെ. കാര്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് ഈ 2 പ്രക്രിയയിലൂടെ തയമ്മം പൂർത്തിയായി. പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാലിലോട്ടിട്ടടിക്കലോ ഒന്നും വേണ്ട. ഉളുവിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കറക്റ്റാക്കി ആ ഒരു അവയവം ഒഴിച്ച് ആ ഒരു അവയവത്തിന് വേണ്ടി തെയ്യാണ് തയമ്മം. വെള്ളമില്ലാത്തൊരു സാഹചര്യം, മരുഭൂമിയിൽ പെട്ടുപോയി, വെള്ളമില്ല, നിസ്കരിക്കാൻ സമയമായി, വേഗം തന്നെ തയമ്മം ചെയ്ത് നിസ്കരിച്ചോളി. അള്ളാഹു തൗഫീക്ക് നസീബാക്കട്ടെ. അവിടെയൊന്നും അവരോട് നിർബന്ധം ചെലുത്തുന്നില്ല. നിന്റെ കൈവിരലുകൾ അങ്ങനെയായി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കണിശത വെക്കുന്നില്ല. വെള്ളം നനച്ചെന്നെ നിസ്കരിക്കണം എന്ന് പറയുന്നില്ല. രോഗിയല്ലേ, അതുകൊണ്ട് നിനക്ക് ഈ അളവ് നീ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നിൻ്റെതാകുന്ന അവയവത്തെ നീ ശുദ്ധീകരിച്ചോ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇയാൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. മഹാനാകുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അരിശസിൻ്റെ അസുഖമുള്ള വ്യക്തിയാണ്, സഹാബിയാണ്. അദ്ദേഹം വന്നിട്ട് നബിയുടെ അടുത്ത് പരാതി പറഞ്ഞു, നബിയെ, എനിക്ക് ഇന്നതുപോലെ അസുഖമുണ്ട്, എനിക്ക് നമസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നിന്ന് നമസ്കരിക്കുമ്പോഴൊക്കെ വളരെ പ്രയാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് പറ്റുന്നെങ്കിൽ നീ നിന്ന് നമസ്കരിക്കാൻ. ഫഇല്ലം തസ്തതി ഫബിഖായിദ, നിനക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിച്ചോ. ഫഇല്ലം തസ്തതി, നിനക്ക് അങ്ങനെയും പറ്റുന്നില്ല, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുന്നില്ലേ, എങ്കിൽ ഫഅല ജംബിൻ, ഒരു പാർശ്വത്തിന്മേൽ കടന്ന് നമസ്കരിക്കും. ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞ് അങ്ങനെ നമസ്കരിക്കും. അതിനും പറ്റുന്നില്ലേ, നിൻ്റെതാകുന്ന മുതുക് ചെറുതായിട്ടൊന്ന് വളച്ചഥവാ നടുവ് ഇന്ന് ചെറുതായിട്ട് റെഡിയാക്കി കിബിലയിലേക്ക് തല വെച്ചുകൊണ്ട് നീ ആ നിലയിൽ നമസ്കരിക്കും. കാല് കിബിലയ്ക്ക്, എന്നിട്ട് തലയിപ്പുറത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കിഴക്ക് തലയും കാല് നേരെ പടിഞ്ഞാറ് ഭാഗത്തും, എന്നിട്ട് തല അല്പം ഒന്ന് ഉയർത്തി വെച്ചിട്ട് അങ്ങനെ നീ നമസ്കരിക്കും. അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമസ്കാരം നിർവഹിക്കും. അതിനും സാധിക്കുന്നില്ലെങ്കിൽ കൺപോളകൾ ചലിപ്പിച്ചിട്ടെങ്കിലും നമസ്കാരം നിർവഹിക്കും. രോഗിക്ക് ആ രോഗത്തിനനുസരിച്ച് ഇളവുകൾ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. നിൽക്കാൻ പറ്റുന്നില്ലേ, എന്നാ ഇരിക്കും. അതിന് പറ്റുന്നില്ല, അതൊന്നും പറയാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും നിസ്കരിക്കണം. അല്ല, കടന്ന് നിസ്കരിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. ഇളവാണ് ഖുർആൻ. ഇതൊക്കെ ഇളവ് കൊടുക്കുക. ദീനെന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവ കരുണാമയനെന്ന് വെറുതെ പറച്ചിലല്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്നത് വിശ്വാസികളിൽ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിത് പഠിക്കുന്ന പാടാണ്. മാത്രമല്ല, നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഈ സത്യവിശ്വാസി അവൻ്റെ നമസ്കാരങ്ങൾ അവൻ പറ്റുന്നതുപോലെ നമസ്കരിക്കുക. ഇത് കഴിഞ്ഞു, ഇനി അടുത്ത ഇസ്ലാമിൻ്റെ മറ്റൊരു നിയമത്തിലേക്ക് പോകാം, സക്കാത്ത്. ഈ സക്കാത്ത് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക്. അതെന്താ സക്കാത്തിന് ഇളവ് കൊടുക്കാത്ത? സക്കാത്ത് എന്ന് പറഞ്ഞാൽ രോഗിയായതുകൊണ്ട് അവൻ പ്രത്യേകം ഒന്നും ചെയ്യാനൊന്നുമില്ല. അവൻ്റെ സമ്പത്തിൽ നിന്ന് വർഷാവർഷം കൃത്യമായിട്ട് കണക്കെടുത്ത് സാധുക്കളാകുന്ന സൃഷ്ടികളിൽപ്പെട്ടതാകുന്ന ആളുകൾ, അതിൽ തന്നെ രോഗികളുണ്ട്, അശറരായ ആളുകളുണ്ട്, സാധുക്കളായ ആളുകളുണ്ട്, സ്ത്രീ വിഭാഗമുണ്ട്, പുരുഷന്മാരിൽപ്പെട്ടവരുണ്ട്, പൊതുവിശ്വാസികളുണ്ട്, പലവിധ രോഗങ്ങൾ കൊണ്ട് കടക്കണിയിൽ കുടുങ്ങിപ്പോയ സാധുക്കളുണ്ട്. അങ്ങനെ സക്കാത്തിൻ്റെ വിഹിതത്തിൽപ്പെട്ട സാധുക്കൾക്ക് നീ കൊടുക്കേണ്ട സമ്പത്ത് അത് സൃഷ്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട വിഷയത്തിൽ മാത്രം അള്ളാഹു രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടില്ല സക്കാത്തിൻ്റെ വിഷയത്തിൽ. ബാക്കി സൃഷ്ടാവിന് നൽകേണ്ട എല്ലാത്തിനും അള്ളാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞാൻ വെറുതെ പറയല്ല, ഹജ്ജ് എടുത്ത് പരിശോധിച്ച് നോക്കും. എന്താ ഹജ്ജിന് പറഞ്ഞത്? വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്.
فإن حصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك. ഖുർആൻ. നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ. നിങ്ങൾക്ക് ഹജ്ജിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിട്ട് ഇവിടുന്ന് പോയി, നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു ഫ്ലൈറ്റ് ഇപ്പം ഇല്ല, ഇപ്പം പോകാൻ പറ്റില്ല, ആകെ പ്രശ്നങ്ങളാണ്, മൊത്തത്തിൽ ആ നാട്ടിലാകെ പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റൂല എന്ന് പറയപ്പെട്ടാൽ, അല്ലെങ്കിൽ അവിടെ എത്തി ഹജ്ജിനുള്ളതാകുന്ന തടസ്സം നേരിട്ടാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ നിങ്ങൾ വേഗം ഹജ്ജിൻ്റെ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ തഹല്ലുലായിക്കോ, മുടിമുറിച്ച് ഒഴിവായിക്കോ. എന്നിട്ട് അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി അറിവ് നടത്തി കൊടുത്തുകൊണ്ട് നിങ്ങൾ പരിപൂർണമായി ഒഴിവായി മാറി നിൽക്കൻ. ആ ഇഹ്റാമിൽ തന്നെ തുടരണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. അയാളെ ബുദ്ധിമുട്ടിക്കല്ല. കാരണം ഇഹ്റാമിൽ 10 കാര്യങ്ങൾ നിഷിദ്ധമാണ്. സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല, നഖം വെട്ടാൻ പറ്റൂല, മുടി വെട്ടാൻ പറ്റൂല, വസ്ത്രം ശ്രദ്ധിക്കണം. ആ ഇഹ്റാമിൻ്റെ വസ്ത്രം തന്നെ വേണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊന്നും തന്നെ പറ്റൂല. അപ്പം ആ ഇഹ്റാമിൽ തന്നെ നിലകൊള്ളൽ ആ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടായി വരും.